നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ടോപ്പ് സ്കോറർ പട്ടം 2023 കലണ്ടർ ഇയറിൽ ടോപ്പ് സ്കോറർ പട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉറപ്പാക്കി കഴിഞ്ഞു. മറഡോണ ട്രോഫി അദ്ദേഹത്തിലേക്ക് എത്തും എന്ന് തന്നെ ഉറപ്പിച്ചു. നമുക്കറിയാം, ഇത്തവണ ഈ ഒരു ടോപ്പ് സ്കോറർ പട്ടത്തിനായിട്ടുള്ള പോരാട്ടത്തിലുണ്ടായിരുന്ന കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, ക്രിസ്ത്യാനോ എന്നിവരാണ്. അതിലിപ്പോൾ എംബാപ്പയെയും ഹാലൻഡിനെയും ഹാരി കെയ്നെയും ഒക്കെ CR7 മറികടന്നിട്ടുണ്ട്. എംബാപ്പയ്ക്കും അതുപോലെ ഹാരി കെയ്നും ഇനി ഈ വർഷം കളികളില്ല. ഹാലൻഡിൻ്റെ ടീമിന് ഒരു കളി കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഹാലൻഡ് പരിക്കേറ്റ് പുറത്താണ്. ക്രിസ്ത്യാനോയുടെ ടീമിനും ഒരു കളി കൂടി ബാക്കിയുണ്ട്. ഡിസംബർ 30 രാത്രി 11:30 അൽ നസ്ർ അൽ തവൂണുമായിട്ട് കളിക്കുന്നു. ആ കളി കൂടി ക്രിസ്ത്യാനോക്ക് ബാക്കിയുണ്ട്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഡിസംബർ 30 രാത്രി 8:30 ഷെഫീൽഡ് യുണൈറ്റഡുമായിട്ട് കളിയുണ്ട്. പക്ഷെ ആ കളി കളിക്കാൻ എർലിംഗ് ഹാലൻഡ് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ 2023 ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 58 കളികളിൽ നിന്ന് 53 ഗോളുകളുമായിട്ട് ഒന്നാമത്, ഹാരി കെയ്ൻ 57 കളികൾ 52 ഗോളുകൾ, എംബാപ്പെ 53 കളികൾ 52 ഗോളുകൾ. അവർ രണ്ടുപേരും രണ്ടാം സ്ഥാനത്ത്. 60 കളികളിൽ നിന്ന് 50 പോയിന്റുള്ള എർലിംഗ് ഹാലൻഡ് മൂന്നാം സ്ഥാനത്ത്. ഇതാണ് ഇപ്പോഴത്തെ ഗോൾ ടാലിയുള്ളത്. ഇനി ഹാലൻഡ് ഈ വർഷം കളിക്കില്ല എന്ന കാര്യം ഇന്നലത്തെ സിറ്റിയുടെ കളിക്ക് ശേഷം പെപ്പ് ഗാർഡിയോള പറയുകയുണ്ടായി. പെപ്പ് പറഞ്ഞത് എങ്ങനെയാണ്? ഹാലൻഡ് ഫീൽസ് ബെറ്റർ, പക്ഷേ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് സെഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ജനുവരിയിൽ അദ്ദേഹത്തിന് തിരികെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പെപ്പ് ഗാർഡിയോള പറയുന്നു. അതേസമയം ഡിബ്രൂയിനയുടെ കാര്യത്തിൽ ലാസ്റ്റ് വീക്കിൽ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്തിരുന്നു. ഒരു ചെറിയ ഫാറ്റിക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നു. എന്തായാലും ഡിബ്രൂയിനയും ജനുവരിയിൽ തിരികെ എത്തും എന്നുള്ളത് സിറ്റി ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.